Morning all. Have you had your lunch or breakfast? Anyway, let's come to our topic. Today we are going to discuss the remaining parts of our story, the language of birds. In our last class we were discussed that Ivan, what is the name of the boy? Ivan. He learned the language of birds by a mother bird from the forest. You understood that, and he returned home. He returned to his merchant where we stopped yesterday. Okay, then we can discuss the remaining parts. That night Ivan was listening to the songs of the nightingale. Page number 64. ഇവാന് തൻ്റെ പക്ഷിയിൽ നിന്ന് പക്ഷികളുടെ ഭാഷ പഠിച്ചിട്ട് കാട്ടിൽ നിന്ന് തൻ്റെ യജമാനൻ്റെ അടുത്തേക്ക് തിരിച്ചു വരുന്നതാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തത്. ഇനി അതിൻ്റെ റിമൈനിങ് പാർട്സ് ആണ്. ദാറ്റ് നൈറ്റ് ഇവാൻ വാസ് ലിസണിങ് ടു ദി സോങ് ഓഫ് ദി നൈറ്റിംഗേൾ. അന്ന് രാത്രി, അത് ആ കാട്ടിൽ നിന്ന് വന്ന അന്ന് രാത്രി ഇവാന് ഈ എന്നും കേൾക്കാറുള്ള ആ നൈറ്റിംഗേളിൻ്റെ പാട്ട് ശ്രദ്ധിച്ചു. നൗ ഹീ കുഡ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ്സ് മീനിങ്. ഇപ്പോൾ അവൻ എന്ത് ചെയ്യാം, ആ പാട്ടിൻ്റെ മീനിങ് അവന് മനസ്സിലായി തുടങ്ങി. ഇവാൻ സ്പോക്ക് ടു ദി ബേർഡ് ഇൻ ഹിസ് ലാംഗ്വേജ്. ഇവാൻ ആ പക്ഷിയോട്, ആ നൈറ്റിംഗേളിനോട് അതിൻ്റെ ഭാഷയിൽ സംസാരിച്ചു. എന്താ സംസാരിച്ചത്? ഹൗ ഡിഡ് യു ലേൺ അവർ ലാംഗ്വേജ് ഫ്ലൈങ് ടുവേർഡ്സ് ഹിം, ദി നൈറ്റിംഗേൾ ആസ്ക്ഡ്. അപ്പോൾ ഇവാൻ അവരുടെ ഭാഷയിൽ സംസാരിക്കുന്നത് കേട്ടിട്ട് ഈ നൈറ്റിംഗേൾ അവൻ്റെ അടുത്തേക്ക് പറന്നു വന്നിട്ട് അവനോട് ചോദിച്ചു, ഹൗ ഡിഡ് യു ലേൺ അവർ ലാംഗ്വേജ്, എങ്ങനെയാണ് നീ ഞങ്ങളുടെ ഭാഷ പഠിച്ചത്? ഇവാൻ ടോൾഡ് ദി ഹോൾ സ്റ്റോറി ടു ദി നൈറ്റിംഗേൾ. ഇവാൻ എല്ലാ കഥയും ആരോട് പറഞ്ഞു? ഈ നൈറ്റിംഗേളിനോട്, ഈ വാനമ്പാടിയോട് പറഞ്ഞു. ആ കാട്ടിൽ നടന്ന സംഭവങ്ങളെല്ലാം പറഞ്ഞു. ഐ ഹാവ് എ സീക്രട്ട് ടു ടെൽ യു, ദി ബേർഡ് സെറ്റ്. അങ്ങനെ ആ നൈറ്റിംഗേൾ ഇവാനോട് പറഞ്ഞു, ഐ ഹാവ് എ സീക്രട്ട് ടു ടെൽ യു, നിന്നോട് പറയാൻ എനിക്കൊരു സീക്രട്ട് ഉണ്ട്. വാട്ട് ഈസ് സീക്രട്ട്? സീക്രട്ട് സീക്രട്ട് മീൻസ് രഹസ്യം. എനിക്കൊരു രഹസ്യമുണ്ട് നിന്നോട് പറയാൻ. വാട്ട് ഈസ് ഇറ്റ്? ഇവാൻ ആസ്ക്ഡ്. അപ്പോൾ ഇവാൻ ചോദിച്ചു, എന്താണത്, എന്താണ് സീക്രട്ട്? ദി ബേർഡ് വിസ്പേർഡ് ദി സീക്രട്ട് ഇൻ ഇവാൻസ് ഇയേഴ്സ്. ഈ പക്ഷി ആ സീക്രട്ട് ഇവാൻ്റെ ചെവിയിൽ എന്ത് ചെയ്തു? വിസ്പർ ചെയ്തു. വിസ്പർ, വാട്ട് ഈസ് വിസ്പർ? യെസ്, മന്ത്രിച്ചു. ഇവാൻ്റെ ചെവിയിൽ ആ പക്ഷി എന്ത് ചെയ്തു? ആ സീക്രട്ട്, ആ രഹസ്യം മന്ത്രിച്ചു. ഇവാൻ, ദി മെർച്ചൻറ്റ് കോൾഡ് ഹിം. ഈ സമയത്ത് മെർച്ചൻറ്റ് ഇവാനെ വിളിച്ചു. ഇവാൻ, ദി നൈറ്റിംഗേൾ ഫ്ലൂ അവേ. നൈറ്റിംഗേൾ എന്ത് ചെയ്തു? അവിടുന്ന് പറന്നുപോയി. ഇവാനെ വിളിച്ചു. ആര്? തൻ്റെ യജമാനൻ വിളിച്ചു. ഈ ശബ്ദം കേട്ടിട്ട്. ദി സ്ട്രേഞ്ച് പ്രഡിക്ഷൻ, വിചിത്രമായ പ്രഡിക്ഷൻ. പ്രഡിക്റ്റ് ചെയ്യുക. വാട്ട് ഈസ് പ്രഡിക്റ്റ് ചെയ്യാറിന് എന്താ? ഒരു പ്രവചനം. ആ വിചിത്രമായ പ്രവചനം എന്താണ്? ഹൂ ആർ യു ടോക്കിംഗ് ടു? ദി മെർച്ചൻറ്റ് ആസ്ക്ഡ്. മെർച്ചൻറ്റ് ഇവാനോട് ചോദിച്ചു, ഹൂ ആർ യു ടോക്കിംഗ് ടു? ആരോടാണ് നീ സംസാരിക്കുന്നത്? ഐ വാസ് ടോക്കിംഗ് ടു എ നൈറ്റിംഗേൾ, ഇവാൻ റിപ്ലൈഡ്. അപ്പോൾ ഇവാൻ റിപ്ലൈ കൊടുത്തു, ഐ വാസ് ടോക്കിംഗ് ടു എ നൈറ്റിംഗേൾ. ഞാനൊരു നൈറ്റിംഗേളിനോട്, ഒരു വാനമ്പാടിയോടാണ് സംസാരിച്ചത്. ടോക്കിംഗ് ടു എ നൈറ്റിംഗേൾ, ഹൗ ക്യാൻ യു ഡു ദാറ്റ്? ഒരു നൈറ്റിംഗേളിനോട് സംസാരിക്കുകയോ? എങ്ങനെയാണ് നിനക്കത് ചെയ്യാൻ കഴിയുന്നത്? ഐ ഹാവ് ലേൺ ദി ലാംഗ്വേജ് ഓഫ് ബേർഡ്സ്. ഞാൻ പക്ഷികളുടെ ഭാഷ പഠിച്ചിട്ടുണ്ട്. ദി മെർച്ചൻറ്റ് സ്റ്റെയർഡ് അറ്റ് ഇവാൻ ഇൻ ഡിസ്ബിലീഫ്. ഈ മെർച്ചൻറ്റ് ഇവാനെ ഡിസ്ബിലീഫോട് കൂടി സ്റ്റെയർഡ്. ഡിസ്ബിലീഫ് എന്ന് പറഞ്ഞാൽ വിശ്വാസമില്ലാതെ ഇവനെ തുറിച്ചു നോക്കി. സ്റ്റെയർ ചെയ്ത് ഇവാനെ തുറിച്ചു നോക്കി. വാട്ട് വർ യു ടോക്കിംഗ് അബൌട്ട്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തെല്ലാമാണ് സംസാരിച്ചത്? ആസ്ക്ഡ് ദി മെർച്ചൻറ്റ് ആഫ്റ്റർ എ മൊമെൻറ്റ്. കുറച്ച് കഴിഞ്ഞിട്ട് മെർച്ചൻറ്റ് ഇവാനോട് ചോദിച്ചു, അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്താണ് സംസാരിച്ചത്? ഇവാൻ വാസ് വെറീഡ്. ഹി സ്പോക്ക് ഇൻ എ ബ്രോക്കൺ വോയിസ്. ഇവാൻ വളരെ ഭയപ്പെട്ടു. എന്നിട്ട് അവനൊരു അതായത് മുറിച്ചിട്ട് ഇവാൻ പറയാണ്, എന്ത്? ദി നൈറ്റിംഗേൾ സെഡ് ദാറ്റ് ഐ വുഡ് ബിക്കം എ കിങ് ആൻഡ് യു വുഡ് ബിക്കം മൈ സെർവൻറ്റ്. ഇവാൻ എന്താ പറഞ്ഞത്? നൈറ്റിംഗേൾ എന്നോട് പറഞ്ഞത് എന്താണ്? ഞാൻ രാജാവാകുമെന്നും നിങ്ങളെൻ്റെ അടിമ, സെർവൻറ്റ്, എൻ്റെ
എന്താ പറയുക, സെർവൻ്റ് ആകുമെന്നും, ഞാൻ യജമാനനും നിങ്ങളെൻ്റെ സെർവൻ്റ് ജോലിക്കാരനുമാകുമെന്നാണ് ആ പക്ഷി പ്രവചിച്ചത് എന്ന് പറഞ്ഞു. നെക്സ്റ്റ് പേജ്. ഇൻ ടു ദി ഡീപ്പ് സീ, ആഴക്കടലിൽ. ദി മെർച്ചൻ്റ് വാസ് വെറീഡ് ആൻഡ് റിമൈൻഡ് സ്ലീപ്ലെസ് ഫോർ വീക്സ്. അങ്ങനെ ഇത് കേട്ടിട്ട് ഈ മെർച്ചൻ്റ് ആകെ ഭയപ്പെട്ടു, ആകെ വെറീഡായി, ആകെ പ്രശ്നത്തിലായി. ആൻഡ് റിമൈൻഡ് സ്ലീപ്ലെസ് ഫോർ വീക്സ്, ആഴ്ചകളോളം ഉറക്കമില്ലാത്ത അവസ്ഥയിലായി ഈ മെർച്ചൻറ്റിന്. വൺ നൈറ്റ് ദി മെർച്ചൻറ്റ് ഗേവ് ഇവാൻ എ ഡ്രിങ്ക് ടു മേക്ക് ഹിം ഡ്രൗസി. ഒരു ദിവസം ഇവാന് ഈ മെർച്ചൻ്റ് ഒരു ഡ്രിങ്ക് കൊടുത്തു. ഒരു എന്താ പറയുക, മദ്യമാവാം അല്ലെങ്കിൽ എന്തെങ്കിലും കലക്കിയിട്ടുള്ള വെള്ളമാകാം, എന്തായാലും അത് കൊടുത്തിട്ട് ഇവാൻ എന്തായി, ഡ്രൗസി. ഇവാന് ഒരു ക്ഷീണം പോലെ, ഇവാന് മയക്കം. ഡ്രൗസി എന്ന് പറഞ്ഞാൽ എന്താ, മയക്കം. ഇവാൻ മയങ്ങിപ്പോയി അത് കുടിച്ചിട്ട്. ഇവാൻ ഹാഡ് ഫാളൻ അസ്ലീപ്പ്. അങ്ങനെ ഇവാൻ മയങ്ങിപ്പോയപ്പോൾ, ഉറക്കത്തിലേക്ക് വീണപ്പോൾ, ദി മെർച്ചൻ്റ് ലെയ്ഡ് ഹിം ഓൺ എ ബോട്ട്. മെർച്ചൻ്റ് അവനെ ഒരു ബോട്ടിൽ കൊണ്ടുപോയി കിടത്തി. ഒരു ബോട്ടിൽ അവനെ കിടത്തി. ഹി സ്പ്രെഡ് ദി വൈറ്റ് സെയിൽസ് ആൻഡ് പുഷ്ഡ് ദി ബോട്ട് ഇൻ ടു ദി ഓപ്പൺ സീ. അവനതിൻ്റെ ആ പായക്കപ്പലിൻ്റെ ആ ബോട്ടിൻ്റെ പായയെല്ലാം നീട്ടി വിടർത്തി. എന്നിട്ടോ ആൻഡ് പുഷ്ഡ് ദി ബോട്ട് ഇൻ ടു ദി ഓപ്പൺ സീ, ഈ കടലിലേക്ക് തള്ളിവിട്ടു ഈ ബോട്ടിനെ. മെസ്സേജ് ഫ്രം ദി ക്രെയിൻസ്. വാട്ട് ഈസ് ക്രെയിൻസ്? ക്രെയിൻസ് എന്ന് പറഞ്ഞാൽ ഒരു തരം കൊക്കാണ്, കടലിലൊക്കെ ഉണ്ടാവുന്ന കൊക്കിന് ക്രെയിൻസ് എന്ന് പറയും. അപ്പോൾ ക്രെയിൻസിൽ നിന്നുള്ള മെസ്സേജ്. ഫോർ എ ലോങ് ടൈം ദി ബോട്ട് മൂവ്ഡ് അബൌട്ട് ഓൺ ദി വേവ്സ് ആൻഡ് ഫൈനലി ഹിറ്റ് എ ലാർജ് ഷിപ്പ്. കുറേ സമയം ഈ ബോട്ട് എന്ത് ചെയ്തു, കടലിലൂടെ ഒഴുകി നടന്നു, ഈ തിരമാലകൾക്കനുസരിച്ച് ഒഴുകി. ഫൈനലി ഹിറ്റ് എ ലാർജ് ഷിപ്പ്. അങ്ങനെ ഇവനെ കിടത്തിയ ബോട്ട് ഒരു വലിയ കപ്പലിലിടിച്ച് തകർന്നു. ദി ക്രൂ ഓൺ ദി ഷിപ്പ് സോ ഇവാൻ ആൻഡ് ഫെൽറ്റ് പിറ്റി ഫോർ ഹിം. ആ കപ്പലിലെ ജോലിക്കാർ ഇവാനെ കണ്ടു, ഇവനോട് ദയ തോന്നിയിട്ട് അവരെന്ത് ചെയ്തു, ദേ ടുക്ക് ഹിം ടു ദി ഷിപ്പ്. അവരവനെ എടുത്ത് ഷിപ്പിലേക്ക് കയറ്റി. സ്റ്റാൻഡിങ് ഓൺ ദി ഡക്ക് ഇവാൻ ലുക്ക്ഡ് അറ്റ് ദി സ്കൈ. ആ ഷിപ്പിൻ്റെ ഡക്കിൽ, അതിൻ്റെ ഷിപ്പിൽ നിന്നുകൊണ്ട് ഇവാൻ എന്ത് ചെയ്തു, ആകാശത്തേക്ക് നോക്കി. ഹൈ, വെരി ഹൈ അപ്പ് ഇൻ ദി സ്കൈ ഇവാൻ സോ സം ക്രെയിൻസ്. മുകളിൽ ആകാശത്ത് കുറേ പക്ഷികൾ, ഈ ക്രെയിനുകൾ, ഈ കൊക്കുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, വട്ടമിട്ട് പറക്കുന്നുണ്ട്. ദി ക്രെയിൻസ് വെർ പ്രെഡിക്റ്റിംഗ് എ സ്റ്റോം. അവർ സംസാരിക്കുന്നത് ഇവാന് മനസ്സിലായി. എന്താണ്, അവരൊരു സ്റ്റോം, ഒരു കൊടുങ്കാറ്റിനെ പ്രവചിക്കുകയാണ്. അത് ഇവാന് മനസ്സിലായി. ഒരു കൊടുങ്കാറ്റ് വരാൻ സാധ്യത ഉണ്ടെന്ന് പറയുകയാണ് അവർ. അത് ഇവാന് മനസ്സിലായി. ഹി സെഡ് ടു ദി സെയിലേഴ്സ്. ഇവാൻ എന്ത് ചെയ്തു, ഈ സെയിലേഴ്സിനോട് പറഞ്ഞു. എന്താ പറഞ്ഞത്, ബി കെയർഫുൾ, ഐ ഹിയർ ദി ബേർഡ്സ് പ്രെഡിക്റ്റിംഗ് എ സ്റ്റോം. ഞാൻ കേട്ടു, അതായത് ആ പക്ഷികൾ ഒരു കൊടുങ്കാറ്റ് പ്രവചിക്കുന്നത് ഞാൻ കേട്ടു. അതുകൊണ്ട് എല്ലാവരും സീരിയസ് ആവണം, എല്ലാവരും കെയർഫുൾ ആവണം. ലെറ്റ് us എൻ്റർ എ ഹാർബർ ഓർ വി വിൽ ഇൻ ഡേഞ്ചർ. നമുക്കൊരു തുറമുഖത്തേക്ക് പോകാം, എന്നിട്ട് നമ്മുടെ കപ്പൽ നങ്കൂരമിടാം. ഇപ്പോൾ യാത്രക്ക് പറ്റിയ സമയമല്ല എന്ന് ആര് പറഞ്ഞു, ഇവാൻ പറഞ്ഞു. അല്ലെങ്കിൽ നമ്മുടെ ജീവിതം ഡേഞ്ചറിലാവും എന്ന് പറഞ്ഞു. യു സില്ലി ബോയ് കീപ് ക്വയറ്റ്, ദി ക്യാപ്റ്റൻ ഓഫ് ദി ഷിപ്പ് സെറ്റ്. അപ്പോൾ ആ ഷിപ്പിൻ്റെ ക്യാപ്റ്റൻ പറഞ്ഞു, യു സില്ലി ബോയ്, കുട്ടി, നീ വെറും ഒരു ചെറിയ കുട്ടിയല്ലേ, കീപ് ക്വയറ്റ്, നീ മിണ്ടാതിരിക്ക്. ദി ക്യാപ്റ്റൻ ഓഫ് ദി ഷിപ്പ് സെറ്റ്. ബട്ട് ഇവാൻ റിക്വസ്റ്റഡ് ഹിം എഗെയിൻ ആൻഡ് എഗെയിൻ. പക്ഷേ ഇവാൻ വീണ്ടും അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു, നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പോകാൻ, നമുക്കൊരു ഹാർബറിൽ പോയി നങ്കൂരമിടാമെന്ന് ഇവാൻ ആവശ്യപ്പെട്ടു. അറ്റ് ലാസ്റ്റ് ദി ക്യാപ്റ്റൻ സ്റ്റിയേർഡ് ദി ഷിപ്പ് ടു ദി ഷോർ ആൻഡ് ആങ്കേർഡ് ഇറ്റ്. അവസാനം ഇവൻ പറഞ്ഞതനുസരിച്ച് ക്യാപ്റ്റൻ എന്ത് ചെയ്തു, കപ്പൽ ഹാർബറിലേക്ക്, ഷോറിലേക്ക്, തീരത്തേക്ക് വിട്ടു. ആൻഡ് ആങ്കേർഡ് ഇറ്റ്, അവിടെ അതിന് നങ്കൂരമിട്ടു. അവിടെ നങ്കൂരമിടുക, കപ്പൽ നങ്കൂരമിടുക എന്ന് പറയാം, കപ്പൽ നങ്കൂരമിട്ടു. വിത്തിൻ എ ഷോർട്ട് ടൈം എ സ്റ്റോം ബ്രേക്ക് ഔട്ട്. നിമിഷങ്ങൾക്കകം ഒരു വലിയ കൊടുങ്കാറ്റ് പൊട്ടിപ്പുറപ്പെട്ടു. ഹ്യൂജ് വേവ്സ് റോപ്സ് അപ് ടു ദി സ്കൈ. വലിയ വലിയ തിരമാലകൾ ആകാശത്തേക്ക് ഉയർന്നു. ദി വിൻഡ് റോഡ്. കാറ്റ് ഗർജിക്കാൻ തുടങ്ങി, അതായത് കാറ്റ് ശക്തമായി വീശാൻ തുടങ്ങി. ദേ സോ ഹ്യൂജ് വേവ്സ് ബ്രേക്കിംഗ് മെനി ഷിപ്സ് സെയിലിംഗ് ഇൻ ദി സീ. കടലിലൂടെ പോകുന്ന പല പല കപ്പലുകളെയും ഈ കാറ്റ്
ബ്രേക്ക് ചെയ്യുക, തകർത്ത് തരിപ്പണമാക്കുന്നത് ഇവർ നേരിട്ട് കണ്ടു. യു സേവ്ഡ് അവർ ലൈഫ്സ്, ദി ക്യാപ്റ്റൻ താങ്ക്ഡ് ഇവാൻ. നീ ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചു. ക്യാപ്റ്റൻ ഇവാന് നന്ദി പറഞ്ഞു, നീ ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചു എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, പേജ് 69. നോയ്സി ബേർഡ്സ്. ദി കിങ് ഓഫ് ദി കൺട്രി വാസ് വെരി മച്ച് അനോയ്ഡ്. മെനി ക്രോസ് പെർച്ച്ഡ് ഓൺ ദി വിൻഡോസ്, walls and roof of the palace and even on the trees nearby. അതായത് രാജാവ് വളരെ ദേഷ്യത്തിലാണ്, അനോയിഡാണ്, ദേഷ്യപ്പെട്ടിരിക്കുകയാണ്. എന്താ കാരണം? മെനി ക്രോസ്, ധാരാളം കാക്കകൾ എന്ത് ചെയ്തിട്ടുണ്ട്? പേർച്ച് ജനാലയിലും മതിലിലും മേൽക്കൂരയിലൊക്കെ വന്നിരുന്നിട്ട്, ഇപ്പോൾ കൊട്ടാരത്തിൻ്റെ മേൽക്കൂരയിലൊക്കെ വന്ന് അവിടെ ആകെ വൃത്തികേടാക്കുക. ആൻഡ് ഈവൻ ഓൺ ദി ട്രീസ് നിയർ ബൈ, അടുത്തുള്ള മരങ്ങളിലൊക്കെ വന്ന് നിറയെ കാക്കകളാണ്. അത് രാജാവിനെ വളരെയധികം ചുടിപ്പിച്ചു, ദേഷ്യത്തിലാക്കി. നോ വൺ ന്യൂ ഹൗ ടു ഗെറ്റ് റിഡ് ഓഫ് ദി ദം. അവയെ എങ്ങനെ തടയിടാം, അവയെ എങ്ങനെ ഒഴിവാക്കാമെന്ന് ആർക്കും അറിയില്ലായിരുന്നു. ഇവാൻ വെൻറ്റ് ടു ദി പാലസ്. അങ്ങനെ ഇവാൻ എവിടെ എത്തി? പാലസിലെത്തി. യുവർ മെജസ്റ്റി, യജമാനനെ അല്ലെങ്കിൽ യുവർ മെജസ്റ്റി, ഹിസ് ഹൈനസ്, രാജാവിനെ അഭിസംബോധന ചെയ്തു. ഐ വിൽ ഗെറ്റ് റിഡ് ഓഫ് ദി ക്രൗസ്, ഇവാൻ സെറ്റ്. അപ്പോൾ ഇവാൻ പറഞ്ഞു, ഞാൻ ഈ കാക്കകളെ ഇവിടുന്ന് ഓടിച്ചു തരാം. ഇഫ് യു ക്യാൻ ഡു ദാറ്റ് യു ക്യാൻ മാരി മൈ ഡോട്ടർ, ദി കിങ് സെറ്റ്. അപ്പോൾ രാജാവ് പറഞ്ഞു, അങ്ങനെ നീ ഈ കാക്കകളെ ഇവിടുന്ന് ഒഴിവാക്കി തരികയാണെങ്കിൽ യു ക്യാൻ മാരി മൈ ഡോട്ടർ, നിനക്ക് എൻ്റെ മകളെ ഞാൻ കല്യാണം കഴിച്ചു തരും എന്ന് പറഞ്ഞു. ഇവാൻ ആസ്ക്ഡ് ദി സെർവൻസ് ടു ഓപ്പൺ ദി വിൻഡോസ്. ഇവാൻ എന്ത് ചെയ്തു? ജനാലകൾ തുറക്കാൻ തൻ്റെ സെർവൻസിനോട് പറഞ്ഞു. സെർവൻസ് എന്ന് പറഞ്ഞാൽ തൻ്റെ വേലക്കാരോട് ജനാലകൾ തുറക്കാൻ പറഞ്ഞു. ഹി ലിസൺ ടു ദി ക്രൗസ് ഫോർ എ വൈൽ. എന്താണ് കാക്കകൾ സംസാരിക്കുന്നതെന്ന് ഇവാൻ കുറച്ച് സമയം കേട്ടിരുന്നു. ദെൻ ഹി വെൻറ്റ് ടു ദി കിങ് അഗെയിൻ. അവൻ വീണ്ടും രാജാവിൻ്റെ അടുത്തേക്ക് പോയി. ഇവാൻ എന്തായിരിക്കും കാക്കകൾ സംസാരിച്ചത്? അങ്ങനെ ഇവാൻ രാജാവിൻ്റെ അടുത്ത് പോവാണ്. ദി റിമൈനിങ് പാർട്സ് വി ക്യാൻ ഡിസ്കസ് ഇൻ അവർ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, യു ഗസ് what the crows speaking. Anyway, let's discuss the remaining parts in our next class. Okay, thank you.